കേരളത്തിൽ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് വയനാട്ടിൽ ഒരു നിരവധി സ്ഥലങ്ങളാണ് വയനാട്ടിൽ ഉള്ളത്. വെക്കേഷന് പോകുന്നവരൊക്കെ തീർച്ചയായും പോയി കാണേണ്ട ഒരുപാട് സ്ഥലങ്ങൾ വയനാട്ടിലുണ്ട്. വയനാട്ടിൽ മാത്രമല്ല, നമുക്ക് വടക്കൻ കേരളത്തിലോട്ടൊക്കെ എല്ലാ ജില്ലകളിലുണ്ട്. കോഴിക്കോടുണ്ട്, അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. മുമ്പൊക്കെ നമുക്ക് കേരളത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് തേക്കടി പോവുക, മൂന്നാറിൽ പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ പ്രദേശങ്ങളിലും ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വന്നിരിക്കുന്നു. നിരവധി ആളുകളാണ് ഈ കേന്ദ്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വെക്കേഷൻ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മളുടെ മുമ്പൊക്കെ വല്ലപ്പോഴൊക്കെ സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ പലപ്പോഴും വീണ് കിട്ടുന്ന സമയങ്ങളൊക്കെ ആയിരുന്നു ടൂറിസത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇന്നങ്ങനെയല്ല. നമുക്ക് ഒരു ചെറിയൊരു സമയം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ, ജോലി തിരക്കിനിടയിലോ അല്ലെങ്കിൽ വെക്കേഷൻ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ടൂറിസം. അതായത് യാത്ര പോവുക. യാത്ര ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല. അങ്ങനെ ഉള്ള ഒരു യാത്രയാണ് ഇത്തവണ ചെറിയൊരു വെക്കേഷൻ ആണെങ്കിൽ പോലും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചെറിയ യാത്രയുടെ വിവരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 12 പാർട്ടോളം ദുബായ്, ഖത്തർ വഴി ദുബായിലേക്കും, അതായത് UAE-യിലേക്ക്, ഷാർജ, ദുബായ്, ഫുജൈറ ഈ സ്ഥലങ്ങളിലൊക്കെ പോവുകയുണ്ടായി. അതിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ നാട്ടിൽ പോയത്. സാധാരണഗതിയിൽ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ വയനാട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. മിക്കവാറും ബാച്ചിലേഴ്സിൻ്റെ കൂടെ ആയിരുന്നു പോകുന്നത്. ഇത്തവണ ഞങ്ങൾ 2 ഫാമിലി സൈഡായിരുന്നു വയനാട്ടിലേക്ക് പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് നല്ല ചൂടുള്ള സമയത്തായിരുന്നു, ആ ഇലക്ഷൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾ ഫാമിലി നാട്ടിൽ പോയത്. അപ്പം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ചൂട്. അപ്പോൾ അത്യാവശ്യം ചൂട് കുറവുണ്ട്, എന്നാലും വയനാട്ടിൽ നല്ല ചൂടുണ്ടെങ്കിൽ പോലും വയനാട്ടിൽ എത്രത്തോളം ഇല്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് ഒരു 2-3 ദിവസം വയനാട്ടിൽ ഒന്ന് കറങ്ങി വരാം. ഞാനാകെ 10 ദിവസത്തെ ലീവിനാണ് പോയത്. അപ്പോൾ ഒരു 3 ദിവസത്തെ പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ തവണ ഞങ്ങളൊന്നിച്ചാണ് മിക്കവാറും ടൂറൊക്കെ പോകാറുള്ളത്. ഖത്തറിലേക്ക് വന്ന ജസീർ കാപ്പാട്. അപ്പോൾ എൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ കൊയിലാണ്ടിക്ക് അടുത്താണ്. അപ്പോൾ കൊയിലാണ്ടിയിൽ നിന്ന് ശരിക്കും ചുരത്തിലേക്ക് ഒരു 47 കിലോമീറ്റർ ഉണ്ട്. കൊയിലാണ്ടി ടൗണിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ടൗൺ വിട്ട് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകണം എൻ്റെ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഒരു 47 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഉള്ളിയേരി വഴിയാണ് പോയത്. കൊയിലാണ്ടിയിൽ നിന്ന് എളുപ്പ വഴി ഉള്ളിയേരി വഴിയാണ്. ഉള്ളിയേരിക്ക് 9 കിലോമീറ്റർ, അവിടുന്ന് ഉള്ളിയേരിയിൽ നിന്ന് ബാലുശ്ശേരിക്ക് 7 കിലോമീറ്റർ, പിന്നെ അവിടുന്ന് താമരശ്ശേരി വഴിയാണ്. താമരശ്ശേരിക്ക് പിന്നെ 16 കിലോമീറ്റർ. 14 കിലോമീറ്റർ ചുരം തന്നെയാണ്, 9 വളവുള്ള ഒരു ചുരം തന്നെയാണ്. അത് നല്ല യാത്ര ചെയ്തവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ആ ചുരത്തിലെ യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. ആ ചുരത്തിൻ്റെ മുകളിൽ പിന്നീട് ഞങ്ങൾ കൽപ്പറ്റ പോയി. കൽപ്പറ്റയായിരുന്നു ഞങ്ങൾ താമസിച്ചതൊക്കെ. അവിടെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ഒരുവിധം സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ അടുത്തുള്ള വെക്കേഷനൊക്കെ പോകുന്ന സമയത്തൊക്കെ മിക്കവാറും വയനാട്ടിൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇനിയുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. പ്രധാനമായിട്ട് നമുക്കിപ്പം
പോകാൻ പറ്റുന്ന തന്നെ എടയ്ക്കൽ ഗുഹ. ഞാൻ പോയില്ല, എനിക്ക് എന്തായാലും അടുത്ത തവണ പോകുമ്പോൾ എടയ്ക്കൽ ഗുഹ കാണാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സൂചിപ്പാറ വാട്ടർഫോൾ, ചെമ്പ്രമല, ബാണാസുര സാഗർ അണക്കെട്ട്, പൂക്കോട് ലേക്ക്. ഈ പ്രാവശ്യം ഞങ്ങൾ പൂക്കോട് ലേക്കും അതുപോലെ ബാണാസുര സാഗർ അണക്കെട്ട്. ബാണാസുരയിൽ എനിക്ക് തോന്നുന്നു എല്ലാ തവണ ഞങ്ങൾ പോകുമ്പോൾ ഒക്കെ ബാണാസുരയിൽ പോകാറുണ്ടായിരുന്നു. പൂക്കോട് ലേക്ക് ഉണ്ട്. പിന്നെ തിരുനെല്ലി, ഇപ്പോൾ ഇത് തിരുനെല്ലി അറിയാമല്ലോ, കുറച്ചുകൂടെ ആൾക്കാർ ഈ ഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അവരെ പൂർവികരെ അടക്കാൻ ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണ് തിരുനെല്ലി. അവിടെ ഞാനിതുവരെ പോയില്ല, പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെയുള്ളത് കുറുവ ദ്വീപ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വയനാട്ടിൽ നമുക്ക് കാണാനുണ്ട്. പ്രത്യേകിച്ച് ചൂട് കാലത്തൊക്കെ ഒന്ന് പോകുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ സമയത്തായിരുന്നല്ലോ, നാട്ടിൽ വെക്കേഷൻ. സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് ഒരുപാട് പേര് ഫാമിലി സഹിതം ഈ വയനാട്ടിൽ ഞങ്ങൾ പോയ മിക്കവാറും ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടക ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പഴയ മാതിരിയല്ല. മുമ്പൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത്ര വയനാട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്നത് ഒരുപാട് ചിലപ്പോൾ ഈ സിറ്റി ഏരിയയിലൊക്കെ ആയിട്ട് കൽപ്പറ്റ, ബത്തേരി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ താമരശ്ശേരിയൊക്കെ താമസിച്ചിട്ടൊക്കെ പോയത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഹോം സ്റ്റേകളുണ്ട്, അതുപോലെ തന്നെ റിസോർട്ടുകളുണ്ട്. ചെറിയ പൈസക്കൊക്കെ കിട്ടുന്നുണ്ട്, വലിയ റിസോർട്ടുകളുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങളൊരു റിസോർട്ട് എന്ന ഒരു വീടാണ് ഞങ്ങൾ അവിടെയാണ് താമസിച്ചത്. ഒരു വീടിൽ 1, 2, 3, 4, അതായത് താഴെ 2 മുകളിൽ 2 അങ്ങനെ ഉള്ളത്. അതിൽ 2 ബെഡ്റൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ അങ്ങനെയാണ് താമസിച്ചത്. ഇപ്പം ഞങ്ങൾ താമരശ്ശേരി വഴിയാണ് പോകുന്നത്. ബാലുശ്ശേരി, കൊയിലാണ്ടിയിൽ നിന്ന് ഉള്ളിയേരിക്ക്, ഉള്ളിയേരിയിൽ നിന്ന് ബാലുശ്ശേരിയിൽ നിന്ന് താമരശ്ശേരി ചുരം എന്ന് പറയുന്നില്ലേ, അതെ. എന്തായാലും നമ്മളിപ്പം നാട്ടിൽ വെക്കേഷനൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അടുത്തുള്ള ആൾക്കാർക്കൊക്കെ പോയിട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം. ചുരത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ആ ദൃശ്യം അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. നമ്മൾ മിക്കവാറും പോകുന്ന ആളുകൾ ഒരു ചുരത്തിൻ്റെ മുകളിൽ ഒരു ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു 11 മണി, ഒരു 3 മണി വരെയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ആ കൃത്യമായ വ്യൂ നമുക്ക് കിട്ടുള്ളൂ. രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ മൂടൽ മഞ്ഞുണ്ടാവും. മിക്കവാറും അങ്ങനെയാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടത്. ഞങ്ങൾ വൈകിട്ടും രാവിലെയൊക്കെ പോകുന്ന സമയത്ത് മിക്കവാറും നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ ചുരം കയറാതെ പോകാൻ പറ്റില്ലല്ലോ. ചുരത്തിൻ്റെ മുകളിൽ കൂടെയാണല്ലോ മിക്കവാറും. ഇപ്പോൾ കൽപ്പറ്റയ്ക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുരം കയറിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ചുരത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ 11 മണി മുതൽ ഒരു 4 മണി, വൈകിട്ട് 4 മണി വരെയുള്ള സമയത്തൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ക്ലാരിറ്റി ഉണ്ടാകും. കാണാനൊക്കെ താഴോട്ടുള്ള ആ ദൃശ്യങ്ങളൊക്കെ നല്ലൊരു വ്യൂ ആണ്. അപ്പം ഈ ചുരത്തിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് 9ാം വളവ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് മിക്കവാറും വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആളുകൾക്ക് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരുപാട് മങ്കീസ്, കുരങ്ങൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതും ശ്രദ്ധിക്കണം. നമ്മളടുത്ത് കയ്യിൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം അതിനെ വല്ല ഭക്ഷണ സാധനമൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് അത് കയ്യിൽ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫോണൊക്കെ ഒന്ന് മുറുക്കി പിടിച്ചോളാം ഈ ചുരത്തിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതും ചില വിരുദ്ധന്മാർ ഓടി വന്നിട്ട് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുവന്ന രംഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മറ്റുള്ള ഉപദ്രവങ്ങളൊന്നും കുരങ്ങന്മാർക്ക് നിന്ന് ഉണ്ടായിട്ട് കണ്ടിട്ടില്ല. നല്ലൊരു സ്ഥലമാണ്. ഇപ്പം കോഴിക്കോട് നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 47-50 കിലോമീറ്റർ താഴെയാണ് ഇപ്പം കോഴിക്കോട് സിറ്റിയിൽ നിന്ന് വരുന്നവർക്ക് ഉണ്ടെങ്കിൽ. അതിൻ്റെ റൂട്ട് വേറെ തന്നെയാണ്. നമ്മളത് മെഡിക്കൽ കോളേജ് റോഡ് വഴി കുന്നമംഗലം, പിന്നെ അങ്ങനെ ഒരു റൂട്ടുണ്ട്. താമരശ്ശേരി വഴി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കോഴിക്കോട് നിന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെയാണ് വന്നത്, കോഴിക്കോട് വഴി. എന്നിട്ടാണ് കൊയിലാണ്ടിക്ക് പോയത്. അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കോഴിക്കോട് സിറ്റിയിൽ നിന്ന്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെയാണ്. അപ്പം കോഴിക്കോട് വരുന്ന ആളുകൾക്ക് വേറെ റൂട്ട് തന്നെയാണ്. കോഴിക്കോട് നിന്ന് മാവൂർ റോഡിൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ റൂട്ട് വഴി
ഒരു കുന്നമംഗലം വഴിയൊരു റൂട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയായിരുന്നു തിരിച്ചു വന്നത്. അതുകൊണ്ട് പറഞ്ഞതുണ്ടെങ്കിൽ മറ്റ് വല്ല എളുപ്പ വഴിയുണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയുന്ന ആളുകളുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഏകദേശം ചുരത്തിൻ്റെ താഴെ എത്തി. ഇനിയിപ്പം ചുരം കയറാനുള്ള. അപ്പോൾ ഒന്നാം വളവ് നമുക്കറിയാത് ഹെയർ പിന്നുകൾ 9 വളവുകളാണ്, പ്രധാനപ്പെട്ട 9 ഹെയർ പിൻ വളവുകളാണിത്. അപ്പോൾ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പം തന്നെ ഇപ്പം തന്നെ നമുക്ക് കാണുമ്പം തന്നെ ഒരു ദൃശ്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. ആ വയനാടിൻ്റെ ദൃശ്യഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കാലാവസ്ഥയിൽ തന്നെ നമ്മൾ ആ നല്ല ചൂടത്തുനിന്ന് നമുക്ക് അത്യാവശ്യം ഒരു കുളിർമയില്ലെങ്കിലും ഒരു അത്യധികം ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം ഈ തവണ എനിക്ക് തോന്നുന്നത്, ഞാൻ സാധാരണഗതിയിൽ ഈ ഒരു സമയത്ത് നാട്ടിൽ പോകാറില്ല. ഏപ്രിൽ മെയ് മാസങ്ങൾ കഴിയുന്നത് ഒഴിവാക്കാറാണ്. പ്രത്യേകിച്ച് പോകാൻ പറ്റില്ല. നമുക്കിപ്പം അറിയാലോ, ഈ ഗൾഫിലൊക്കെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് മിക്കവാറും ഈ സമയത്ത് വെക്കേഷന് പോകാൻ പറ്റില്ല. കാരണം കുട്ടികളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പം കുട്ടികളൊക്കെ സ്കൂൾ പഠിത്തമെല്ലാം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക്, മൂത്തയാൾ നാട്ടിലേക്ക് മാറി, ഇളയാൾ ഇപ്പം ഡിഗ്രിക്ക് കൂടെ പഠിക്കുന്നതുകൊണ്ട് ആ ഒരു വെക്കേഷൻ 10 ദിവസത്തേക്ക് പോകുന്നതിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് മാത്രമല്ല. അല്ലാതെ സാധാരണഗതിയിൽ ഗൾഫിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, ഫാമിലിയായിട്ട് താമസിക്കുന്ന ആളുകൾ ഈ ഒരു സമയത്തൊന്നും നാട്ടിൽ ഏപ്രിൽ മെയ് മാസത്തേക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. കുട്ടികൾ പഠിക്കുന്ന പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഒന്നുകിൽ ഡിസംബർ, അല്ലെങ്കിൽ ഇവിടെ അടയ്ക്കുന്ന ജൂൺ മുതൽ, ജൂൺ എൻഡിൽ അടയ്ക്കും. സെപ്റ്റംബറിലാണ് ഇവിടുത്തെ മധ്യ വേനലവധി. ഏറ്റവും കടുത്ത ചൂടുള്ള സമയം എന്ന് പറയുന്നത് ജൂലൈ, ആഗസ്റ്റ്. മെയ്യിൽ തുടങ്ങും, പക്ഷേ നമുക്ക് അതിൻ്റെ പീക്ക്, ചൂടിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ പറയുന്നില്ലേ, അത് ജൂലൈയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ജൂലൈ, ആഗസ്റ്റ് ഇവിടെ വെക്കേഷനാണ്. ഈ സമയത്താണ് മിക്കവാറും ഇവിടെയുള്ള ഫാമിലികളൊക്കെ നാട്ടിൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജൂലൈ, ആഗസ്റ്റിലാണ് നാട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ഞാൻ കുറേ കാലത്തിന് ശേഷം പിന്നെ ഒരിക്കലങ്ങ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഏതായാലും ഈ ഒരു സമയത്ത് നമുക്ക് നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചൂടുണ്ടെങ്കിൽ പോലും നമുക്ക് അകത്തായാലും പുറത്തായാലും ഒക്കെ അധികം പുറത്ത് നമ്മൾ നടക്കുന്നില്ലല്ലോ. ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പോലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ 11 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറയും. എന്നിട്ട് വൈകിട്ട് 4 മണിക്ക് ഓപ്പൺ ആക്കണം. അപ്പോൾ അതുകൊണ്ട് ചൂട്, അതുപോലെ നമ്മൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയാലും വീട്ടിലായാലും അതിലെ വണ്ടിയിലായാലും ഒക്കെ AC ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടുത്തെ ചൂട് അത്ര നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ നാട്ടിലാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ AC ഉണ്ടെങ്കിൽ പോലും തന്നെ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ AC ഇടുന്നത്, അല്ലെങ്കിൽ രാത്രിയാണ് AC ഇടുന്നത്. പകൽ സമയത്തൊന്നും ആരും AC ഇടുന്നതായിട്ട് സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അകത്തായാലും പുറത്തായാലും ചൂട് സഹിച്ചേ പറ്റുള്ളൂ. ഈ ഹ്യൂമിഡിറ്റിയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടത്. അല്ല, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഈ പാട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണേ.